ഫിഖ്ഹിലെ കടങ്കഥകൾ, ഇതാണ് ഇന്നത്തെ വിഷയം. ഒന്നാമത്തെ കടങ്കഥ, വെള്ളം ഫർദിൽ ഉപയോഗിച്ചിട്ടും മുസ്താമിലാകുന്നില്ല. ഏതാണ് ആ വെള്ളം? വെള്ളം 4 തരത്തിലുള്ള വെള്ളമുണ്ട്. ഒന്ന് തഹൂറായ വെള്ളം, താഹിറായ വെള്ളം, മുതനജ്ജിസായ വെള്ളം, മുസ്താമിലായ വെള്ളം. തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതും. താഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ തനിയെ ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല. നമ്മുടെ കിണറ്റിലെ വെള്ളം, കുളത്തിലെ വെള്ളം, പുഴയിലെ വെള്ളം, കടലിലെ വെള്ളം, മഴവെള്ളം, ഇതൊക്കെ തഹൂറായ വെള്ളത്തിൻ്റെ ഉദാഹരണമാണ്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ശുദ്ധമായ വെള്ളമാണ് ഇറക്കിത്തരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ കുളിക്കാൻ പറ്റും, ഒന്നുണ്ടാക്കാൻ പറ്റും, വസ്ത്രം കഴുകാൻ പറ്റും, എല്ലാത്തിനും പറ്റും. അതേസമയം താഹിറായ വെള്ളം, അത് ശുദ്ധിയുള്ള വെള്ളമാണ്, പക്ഷേ മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ തേങ്ങ വെള്ളം, അല്ലെങ്കിൽ പനിനീർ വെള്ളം, അല്ലെങ്കിൽ കഞ്ഞി വെള്ളം, മുന്തിരി ജ്യൂസ്, അങ്ങനെ തുടങ്ങിയ വെള്ളങ്ങളെല്ലാം കുടിക്കാൻ പറ്റും. പക്ഷേ മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയും? സാധ്യമല്ല. ഇതിനാണ് താഹിറായ വെള്ളം എന്ന് പറയുന്നത്. ഒന്നാമത്തേത് തൊഹൂർ, രണ്ടാമത്തേത് താഹിർ. ഇനി മുതനജ്ജിസായ വെള്ളം, നജസ് കഴുകിയ വെള്ളം, ശുദ്ധീകരിക്കാൻ പറ്റാത്തതാണെന്നറിയാനോ? അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയില്ല. പിന്നെ 4ാമത്തെ വെള്ളമാണ് മുസ്താമലായ വെള്ളം. മുസ്താമലായ വെള്ളം എന്ന് പറഞ്ഞാൽ ഫർദിൽ ഉപയോഗിച്ച വെള്ളത്തിനാണ് മുസ്താമലായ വെള്ളം എന്ന് പറയുക. പഴയകാലത്ത് ഇതൊക്കെ ഒരു വലിയ ചർച്ചയായിരുന്നു. കാരണം അന്ന് നമുക്ക് മൂളിയും കിണ്ടിയും ബക്കറ്റും കോപ്പയും പാത്രവും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വെള്ളം മുസ്താമലാവുക എന്നൊക്കെ ഒരു ചർച്ച വളരെയേറെ പ്രസക്തിയുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഉപയോഗിക്കുന്ന വെള്ളം അങ്ങനെ തന്നെ അങ്ങ് പോകുകയാണ്. അപ്പോൾ അത് അവിടെ തെറിക്കുക ഇവിടെ തെറിക്കുക എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. മുസ്താമലായ വെള്ളം എന്ന് പറഞ്ഞാൽ ഫർദിൽ ഉപയോഗിച്ച വെള്ളം. അപ്പോൾ നമ്മൾ ഒന്നുണ്ടാക്കി, ആ ഒന്നുണ്ടാക്കിയ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ശേഖരിച്ച് മുഖം കഴുകി, മുമ്പിലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ മുഖം കഴുകി, കൈ കഴുകി, തല തടവുമ്പോൾ വെള്ളം ഒഴുകാൻ മാത്രമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ കാല് കഴുകുമ്പോൾ ഇതേമാതിരി ആ പാത്രത്തിലേക്ക് കാണിച്ച് നമ്മൾ കഴുകി. ഈ വെള്ളം നമ്മൾ ഫർദിൽ ഉപയോഗിച്ച വെള്ളമാണ്, ഇത് മുസ്താമലാണ്. ഇനി ഈ വെള്ളം ഒന്നിനും പറ്റൂല. പഴയ കാലത്ത് ഇതൊക്കെ ചർച്ച ചെയ്യണം. കാരണം ഒരു ബക്കറ്റിൽ വെള്ളം ഉണ്ടാവും. നമ്മൾ ജനാബത്ത് കുളിക്കുമായിരുന്നു, വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കുളിക്കുകയാണ്. ഈ കുളിക്കുന്ന വെള്ളം അതിലേക്ക് തന്നെ ഊറ്റിയാലോ ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല. ഇന്നിപ്പോൾ ഷവറുള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. എല്ലാം പുതിയ വെള്ളമല്ലേ വരുന്നത്, പഴയ വെള്ളമെല്ലാം ഒഴുകി പോവുകയും ചെയ്യും. പഴയ കാലത്ത് ബക്കറ്റ് അടിയിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുളിക്കുമ്പോൾ ഈ കുളിക്കുന്ന വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ജനാബത്തുള്ള ഒരാൾ കുളിക്കുകയാണ്. ആ കുളിക്കുന്ന വെള്ളം മുഴുവനായിട്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഉറ്റി വീണാൽ ആ വെള്ളം മുസ്താമലായി. അതിനൊരു കണക്കുണ്ട്. അപ്പം ഞാനിപ്പോൾ അതിലേക്കൊന്നും വിശദമായി പോവില്ല. ഏതായാലും ഫർദിൽ ഉപയോഗിച്ച, ഉളു എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം, അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടി ഫർദ് കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം, ഇതൊന്നും പിന്നീട് മറ്റ് ഒരു ഉപയോഗത്തിന് പറ്റാത്തതാണ്. ഇവിടുത്തെ കടങ്കഥ എന്താണ്? ഫർദിൽ ഉപയോഗിച്ചിട്ടും വെള്ളം മുസ്താമലാകുന്നില്ല. അതേതാണ്? മഹാന്മാരായ ഫുഖഹാവ് പറഞ്ഞു, ഒരാൾ സുന്നത്തായ കുളിയെ നേർച്ചയാക്കി. സുന്നത്തായ കുളി നേർച്ചയാക്കി. ആ കുളിക്കുന്ന വെള്ളം ഫർദിൽ ഉപയോഗിച്ച വെള്ളമല്ലേ, പക്ഷെ ആ വെള്ളം എന്ത് ചെയ്യാം? ഉപയോഗിക്കാം, പ്രശ്നമില്ല.
സുന്നത്തിൽ ഉപയോഗിച്ച വെള്ളം ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഫർദിൽ ഉപയോഗിച്ച വെള്ളമാണ് മറ്റൊരു കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലാത്തത്. എന്നാൽ സുന്നത്തിൽ ഉപയോഗിച്ച വെള്ളം പ്രശ്നമുണ്ടോ? ഇല്ല. നമുക്ക് ഒതു ഉണ്ടായിരുന്നു. ഒരു ഒതു കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ പിന്നെ ഒതു ഉണ്ടാക്കൽ സുന്നത്താണ്. മഗ്‌രിബ് നിസ്കരിച്ച് നമ്മൾ ഒതു ഉണ്ടാക്കിയിട്ട് നമ്മളോട് ഒന്നങ്ങനെ ഖുർആൻ ഓതി ഇശാ ബാങ്ക് കൊടുത്തു. എന്നാലും നമ്മൾ ഇനി ഇശായിന് വേണ്ടി നമ്മൾ ഒതു മുറിഞ്ഞില്ല. അതുവരെ ഖുർആൻ ഓതിയല്ലായിരുന്നോ? എന്നാലും ഇശായിന് വേണ്ടിയിട്ട് ഒരു ഒതു കൊടുക്കൽ സുന്നത്തുണ്ട്. അതിന് ഒതു പുതുക്കുക എന്നാ പറയാം. വേറെ ഒരു പണിയില്ലാത്ത ആളുകൾക്ക് അത് നല്ലതാണ്. അതിനേക്കാൾ ഗൗരവപ്പെട്ട വേറെ അമലുമായി ബന്ധപ്പെടുന്ന ആളുകൾ അത് ചെയ്യട്ടെ. അപ്പൊ ഈ ഒതു ഉണ്ടാകുമ്പോൾ തന്നെ പുതുക്കി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ഈ ഒതു, ഇത് സുന്നത്തിന് ഉപയോഗിച്ച വെള്ളമാണ്. അതെന്തായാലും നമുക്ക് ഉപയോഗിക്കാം, ഇത് ചർച്ചയില്ല. പക്ഷെ ഇപ്പൊ പറയുന്നത് എന്താ? ഫർദിൽ ഉപയോഗിച്ചു, എന്നിട്ടും ആ വെള്ളം ഉപയോഗശൂന്യമാകുന്നില്ല. അതേതാണ് ഫർദ്? ഒരാൾ സുന്നത്തായ ഒരു കാര്യത്തെ നേർച്ചയാക്കി. സുന്നത്ത് കുളി, കുജുമാന്റെ കുളി സുന്നത്താണ്, അത് കുളിക്കാൻ നേർച്ചയാക്കി. അപ്പൊ ഫർദായല്ലോ. നേർച്ചയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. നമുക്ക് മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ ഒരു കോഴിയെ നേർച്ചയാക്കലും ബദരീങ്ങളുടെ പേരിൽ കുറച്ച് ആട് നേർച്ചയാക്കലും മാത്രമേ നമുക്കറിയുള്ളൂ. യഥാർത്ഥത്തിൽ നേർച്ച എന്ന് പറയുന്ന എല്ലാ സുന്നത്തും നേർച്ചയാക്കാം. പിന്നെ എന്താ കാര്യം? നേർച്ചയാക്കിയാൽ പിന്നെ അത് ചെയ്യൽ ഫർദായി. ഞാൻ ദുഹറിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു. എന്നാൽ ദുഹർ നിസ്കരിക്കും പോലെ തന്നെ അത്രയും ചിട്ടയിലും വെടുപ്പിലും അത് നിസ്കരിക്കണം. അത് ഫർദാണ്. എന്താ വ്യത്യാസം? ആ സുന്നത്ത് നിസ്കാരത്തിന് ഫർദിന്റെ കൂലി കിട്ടും. അപ്പൊ നമ്മളിവിടെ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുകയാണ്. അപ്പോൾ 1 സെക്കൻഡിന് 1 കൂലിയാന്ന് വിചാരിച്ചോളി നിങ്ങൾ. മിനിമം ഈ പള്ളിയിൽ ഞാൻ ഇത്തിക്കാഫിനെ കരുതി എന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോൾ 1 സെക്കൻഡിന് 1 കൂലിയാണെന്ന് വിചാരിച്ചോളി, ചുരുങ്ങിയത്. എന്നാൽ അത് നേർച്ചയാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് 70 കൂലിയുണ്ട് 1 സെക്കൻഡിന്. അപ്പോൾ ഞാൻ ഈ പള്ളിയിൽ 1 മണിക്കൂർ ഇത്തിക്കാഫ് ഇരിക്കാൻ നേർച്ചയാക്കി എന്ന് പറയും. എന്നിട്ടാണ്ടിരിക്കുമ്പോൾ അതിന് ഫർദിന്റെ കൂലിയാണ്. അപ്പോൾ എന്തൊരു കാര്യം നേർച്ചയാക്കിയാലും അതിന് ഫർദിന്റെ കൂലി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരാൾ സുന്നത്ത് കുളി, വെള്ളിയാഴ്ച സുന്നത്ത് കുളി നേർച്ചയാക്കിയാൽ ആ കുളിയിൽ ഉപയോഗിക്കുന്ന വെള്ളം അത് മുസ്തഅമലാവുകയില്ല. അതാണ് ഫർദ് കുളിയിൽ ഉപയോഗിച്ചിട്ടും മുസ്തഅമലാകാത്ത ഒരു വെള്ളം കടങ്കഥ. അതാണ്. അതുപോലെ തന്നെ ഭ്രാന്തനായ ഒരാള് ഭ്രാന്ത് തെളിഞ്ഞതിന് ശേഷം അയാൾ കുളിക്കൽ സുന്നത്തുണ്ട്, കുളിക്കൽ നിർബന്ധമുണ്ട്. എന്തുകൊണ്ട്? അയാൾ ഭ്രാന്തുള്ള സമയത്ത് അയാൾക്ക് ഇൻസാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സ്ഖലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ അദ്ദേഹത്തിൻ്റെ ആ ഭ്രാന്തുകാരൻ്റെ ഫർദ് കുളിയിൽ ഉപയോഗിച്ച ആ കുളിയുടെ വെള്ളവും മുസ്തഅമലാവുകയില്ല. മടക്കി ഉണ്ടാക്കുന്ന വുദൂയിൽ ഉപയോഗിച്ച വെള്ളം മുസ്തഅമലാവുകയില്ല. സുന്നത്തായ ഒരു കുളിയെ ഒരാൾ നേർച്ചയാക്കിയാൽ ആ നേർച്ചക്കുളിയിൽ ഉപയോഗിച്ച വെള്ളവും മുസ്തഅമലാവുകയില്ല. അപ്പൊ കടങ്കഥ എന്താണ്? ഒന്നാമത്തെ കടങ്കഥ, ഫർദിൽ ഉപയോഗിച്ചിട്ടും വെള്ളം മുസ്തഅമലാകുന്നില്ല. ഏതാണ് ആ വെള്ളം? അതാണ് നമ്മൾ മറുപടി കണ്ടെത്തിയത്. ഇനി രണ്ടാമത്തെ ചോദ്യം, സൂറത്ത് ഒഴിവാക്കൽ സുന്നത്തുള്ള ഫർദ് നിസ്കാരമേത്? സൂറത്ത് ഒഴിവാക്കൽ സുന്നത്തുള്ള ഫർദ് നിസ്കാരം. എല്ലാ നിസ്കാരത്തിലും സൂറത്ത് ഓതൽ സുന്നത്താണ്. ഫർദായാലും സുന്നത്തായാലും എന്ത് ചെയ്യണം? സൂറത്ത് ഓതൽ സുന്നത്തുണ്ടല്ലോ. എത്രത്തോളം ഒരാളിങ്ങനെ കടന്നു വന്നു. കുറേ മസാല കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഈ വിഷയത്തിൻ്റെ പ്രധാനം കേട്ടോ. അല്ലാതെ ചോദ്യം മറുപടിയൊന്നും പറയലില്ല. ഒരാളിങ്ങനെ കയറി വന്നു, ദൂരസ്കരിക്കുക ഇമാമിൻ്റെ ആദ്യത്തെ അത്തഹിയ്യാത്തിലാണ് അയാൾ കൂടുന്നത്. അപ്പോൾ ഇമാമ് 4-ാമത്തെ റക്അത്തിൽ സലാം വീട്ടുമ്പോൾ മഅ്മൂമിന് എത്രയാവും? 2. ഇനി അയാൾ എന്ത് ചെയ്യണം? 2 റക്അത്തുകൾ നിസ്കരിക്കണം. ആ 2 റക്അത്തിൽ പോലും സൂറത്ത് ഓതൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. ഇത് പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ്.
ഇമാമിൻ്റെ കൂടെ നമ്മൾ തുടർന്നു, നമുക്ക് 2 റക്അത്തേ കിട്ടിയുള്ളൂ, 4 റക്അത്തുള്ള നിസ്കാരം. അല്ലെങ്കിൽ മഗ്‌രിബിൽ അത്തഹിയ്യാത്ത് ഓതിയിട്ട് 1 റക്അത്തേ കിട്ടുള്ളൂ. ശേഷം നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സുന്നത്തുണ്ടല്ലോ. എന്നാൽ ആ 2 റക്അത്തിലും സൂറത്ത് ഓതൽ സുന്നത്താണ്. ജുമയാണെങ്കിൽ ഉറക്കെ ഓതൽ സുന്നത്താണ്. ഇമാമിൻ്റെ കൂടെ 1 റക്അത്തേ ജുമ കിട്ടിയുള്ളൂ ഒരാൾക്ക്. എന്നാലും അയാൾക്ക് ജുമ കിട്ടി, 1 റക്അത്ത് ജുമ കിട്ടിയാൽ ജുമ കിട്ടി. ഇനി 2ാമത്തെ റക്അത്ത് അയാൾ ഇമാം സലാം വീട്ടി നിസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ജുമ ഉറക്കെ ഓതൽ സുന്നത്തുള്ള നിസ്കാരമായതുകൊണ്ട് മസ്ബൂക്കിനും ഉറക്കെ ഓതൽ സുന്നത്തുണ്ട്. എന്നാൽ ഒരു ഫർദ് നിസ്കാരം, ആ ഫർദ് നിസ്കാരത്തിൽ സൂറത്ത് ഓതൽ സുന്നത്തില്ല. ഏതാണത്? മയ്യത്ത് നിസ്കാരം. ഫർദ് നിസ്കാരമല്ലേ? ആണ്. സൂറത്തുണ്ടോ? ഇല്ല. ഫർദായിട്ടും സൂറത്ത് ഓതാതിരിക്കൽ സുന്നത്താണ്. എല്ലാ നിസ്കാരങ്ങളിലും സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. സൂറത്ത് ഓതൽ സുന്നത്തില്ലാത്ത 2 നിസ്കാരമേ ഉള്ളൂ. ഒന്നാമത്തേത് മയ്യത്ത് നിസ്കാരം, 2ാമത്തേത് സ്വലാത്തു ഫാഖിദി തഹുറൈൻ. ഒരാൾ ജനാബത്തുകാരനായിരുന്നു, അയാൾക്ക് വുളൂഉം ഇല്ല, അയാൾക്ക് കുളിയും ഇല്ല. അയാൾ എന്ത് ചെയ്യണ്ട? ഫാഖിദു തഹുറൈൻ എന്ന് പറഞ്ഞാൽ വുളൂ ഉണ്ടാക്കാൻ വെള്ളവുമില്ല, തൈമം ചെയ്യാൻ മണ്ണുമില്ല. അങ്ങനത്തെ നിമിഷത്തിനാണ് ഫാഖിദു തഹുറൈൻ എന്ന് പറയുന്നത്. യാത്ര പോവാൻ നമ്മൾ 5 മണിക്ക് ജിദ്ദയിൽ ഇറങ്ങും എന്നാണ് നമ്മുടെ വിചാരം. 5 മണിക്ക് ജിദ്ദയിൽ ഇറങ്ങും എന്നാണ് നമ്മുടെ വിചാരം. അങ്ങനെ നമ്മൾ ദൂര നിസ്കാരം ചെയ്തു അസറിലേക്ക്. എൻ്റെ കൂടെ നിങ്ങളങ്ങനെ സഞ്ചരിക്കണം, എന്നാലേ മസാല മനസ്സിലാവും. ചിലപ്പോൾ എനിക്ക് തന്നെ തെറ്റിപ്പോകും, അപ്പം നിങ്ങൾ തിരുത്തും വേണം. ഒരാൾ ഇവിടുന്ന് ളുഹറിൻ്റെ മുമ്പ് കയറി 5 മണിക്ക് ജിദ്ദയിൽ വന്ന് ഇറങ്ങും. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ളുഹർ നിസ്കാരത്തെ ഞാൻ അസറിലേക്ക് ബന്ധിപ്പിച്ച് ജമ്മാക്കി എന്ന് പറഞ്ഞിട്ട് ളുഹറും കൂടി അസറിലേക്ക് ബന്ധിപ്പിച്ച് ജമ്മാക്കി. ഫ്ലൈറ്റ് എന്തോ പ്രശ്നം കൊണ്ട്, സിഗ്നൽ പ്രശ്നം കൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഇനി ഇറങ്ങാൻ 1 മണിക്കൂർ കൂടിയും വൈകും. അപ്പം നമ്മളെ ളുഹറും നഷ്ടപ്പെടും, അസറും നഷ്ടപ്പെടും. അപ്പോൾ അവിടെ എന്താ മസാല? നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇരുന്ന് നിസ്കരിക്കണം. ളുഹർ 2 റക്അത്ത് നിസ്കരിക്കണം, അസർ 2 റക്അത്ത് നിസ്കരിക്കണം. ഇതാണ് നിയമം. അയാൾക്ക് വുളൂ എടുക്കാൻ വെള്ളമുണ്ടോ? ഇല്ല. എന്നാൽ തൈമം ചെയ്യാൻ മണ്ണുണ്ടോ? അതുമില്ല. അയാൾക്ക് 2 ശുദ്ധിയുമില്ല, വുളൂവുമില്ല, കുളിയുമില്ല. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അയാൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ ഫർദ് മാത്രമേ എടുക്കാവൂ, സൂറത്ത് ഓതാൻ പാടില്ല. കാരണം മൂപ്പർക്ക് ഖുർആൻ ഓതൽ ഹറാമല്ലേ. പക്ഷെ സമയത്തിൻ്റെ പവിത്രതയ്ക്ക് വേണ്ടി നിസ്കരിച്ചല്ലേ പറ്റൂ. അപ്പം നിർബന്ധമായ ഒരു നിസ്കാരമാണ് അവിടെ നിർവഹിക്കുന്നത്. ഇപ്പോൾ ജനാബത്തുകാരൻ അല്ലെങ്കിലും നമ്മൾ സാധാരണയുള്ള മനുഷ്യനാണെങ്കിലും വിധി ഇത് തന്നെയാണ്. നമ്മൾ ആ ഫ്ലൈറ്റിൽ നിന്ന് ഉള്ളതുപോലെ ഉപയോഗപ്പെടുത്തി നമ്മളങ്ങ് നിസ്കരിക്കും. ആ നിസ്കാരം പിന്നീട് ഖളാ കിട്ടണം. പിന്നെന്താ നിസ്കാരത്തിൻ്റെ ഗുണം? നിസ്കാരം എന്തിനാ ഖളാ ആക്കിയത് എന്ന ചോദ്യം അവനിൽ നിന്നുണ്ടാവില്ല. കാരണം സമയത്തിൻ്റെ ഹുർമത്ത് അവൻ പാലിച്ചിട്ടുണ്ട്. ഫ്ലൈറ്റ് ഇങ്ങനെ വന്ന കാര്യം ഇപ്പോൾ അവനറിയില്ലല്ലോ, അതിനവൻ നിസ്സഹായനാണ്. അപ്പോൾ എല്ലാ നിസ്കാരത്തിലും, മയ്യത്ത് നിസ്കാരവും 2 ശുദ്ധീകരണം ഇല്ലാത്ത ഒരുത്തൻ്റെ നിസ്കാരവും അല്ലാത്ത എല്ലാ നിസ്കാരങ്ങളിലും സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. എന്നാൽ ഓതാതിരിക്കൽ സുന്നത്തുള്ള ഫർദ് നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം. അതിൽ സൂറത്ത് ഓതാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ അതിനോടനുബന്ധമായ മറ്റൊരു ചോദ്യമാണ്, നൃത്തത്തിൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാനുള്ള ആയത്ത് ഓതിയിട്ടും സുജൂദ് ചെയ്യൽ സുന്നത്തില്ലാത്ത ഫർദ് നിസ്കാരം ഏതാണ്? അത് മയ്യത്ത് നിസ്കാരം തന്നെയാണ്. കാരണം അതിൽ സൂറത്ത് ഇല്ലല്ലോ. അപ്പോൾ ളുഹർ നിസ്കരിക്കുന്ന ഒരാളുടെ 3ാമത്തെ റക്അത്തിലും 4ാമത്തെ റക്അത്തിലും യഥാർത്ഥത്തിൽ സൂറത്ത് ഇല്ല, പക്ഷെ ഒരാൾ ഓതിപ്പോയി.
ഇഖ്റ ബിസ്മി ഓതിയതെന്ന് വിചാരിച്ചോളി മൂന്നാമത്തെ റക്അത്തിൽ. ആ ഇഖ്റ ബിസ്മിയുടെ അവസാനത്തിൽ തിലാവത്തിന്റെ സുജൂദുണ്ട്. എന്നാൽ അവിടെ സൂറത്ത് സുന്നത്തില്ലെങ്കിൽ പോലും ആ സുജൂദ് ചെയ്യൽ സുന്നത്താണെന്ന് ഫുഖഹാ പറയുന്നു. കാരണം ഓതൽ സുന്നത്ത് ആ സ്ഥലത്ത് സുന്നത്തില്ലെങ്കിലും ഓതാവുന്ന ഒരു നിസ്കാരമാണത്, അതിലേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ മയ്യത്ത് നിസ്കാരത്തിൽ ഒരാൾ തിലാവത്തിന്റെ സുജൂദ് സുന്നത്താകുന്ന സൂറത്ത് ഓതിയാലും അയാൾക്ക് തിലാവത്തിന്റെ സുജൂദ് സുന്നത്തില്ല. ഇമാമ തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്തോതിയാൽ, തിലാവത്തിന്റെ സുജൂദ് പരാമർശിക്കുന്ന ആയത്തോതിയാൽ ഇമാമ് ചെയ്യുന്നുണ്ടെങ്കിൽ മഅ്മൂം ചെയ്യാതിരിക്കാൻ പാടില്ല. തിലാവത്തിന്റെ സുജൂദ് സുന്നത്തുള്ള ആയത്ത് ഇമാമ് ഓതിയിട്ട് ഇമാമ് സുജൂദിലേക്ക് പോകുന്നില്ലെങ്കിൽ മഅ്മൂം മാത്രം പോകാനും പാടില്ല. എങ്ങനെ തിലാവത്തിന്റെ സുജൂദ് സുന്നത്താകുന്ന ആയത്ത് ഇമാമ് ഓതി, ഇമാമ് പോയി, മഅ്മൂം പോകാതിരുന്നാൽ നിസ്കാരം പറ്റില്ല. തിലാവത്തിന്റെ സുജൂദ് സുന്നത്താവുന്ന ആയത്ത് ഇമാമ് ഓതി, പക്ഷെ ഇമാമ് പോയില്ല, മഅ്മൂം പോയി, അപ്പോൾ നിസ്കാരം പറ്റില്ല. അതുപോലെ തന്നെയാണ് സഹവിന്റെ സുജൂദും. ഇമാമ് ചെയ്യുമ്പോൾ മഅ്മൂമിങ്ങൾ ചെയ്യാതിരിക്കാൻ പാടില്ല. അത് അനുബന്ധമായി വരുന്ന ഒരു കാര്യമാണ്. ഇമാം എന്തോ ഒരു കാര്യം മറന്നിരുന്നു, ഉദാഹരണം കുനൂത്ത്. അങ്ങനെ കുനൂത്ത് മറന്ന ഇമാമിന് സഹവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അത് നമ്മൾ പറഞ്ഞ തിലാവത്തിന്റെ താട്ട. സഹവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഇമാം എന്ത് ചെയ്തു? മറന്നുകൊണ്ട് സലാം വിട്ടു. പിന്നെ ഓർമ്മ, ഞാൻ സഹവിന്റെ സുജൂദ് ചെയ്തില്ലല്ലോ, കുനൂത്ത് മറന്നു. പക്ഷെ അപ്പോഴേക്കും മഅ്മൂം എവിടെ എത്തിക്കണം? ഒരു റക്അത്ത് കിട്ടിയിട്ടുള്ളായിരുന്നു. ഇമാമ് സഹവിന്റെ സുജൂദിലേക്ക് പോയാൽ മഅ്മൂം അവിടുന്ന് തിരിച്ചു വരണം, എന്നിട്ട് സഹവിന്റെ സുജൂദ് ചെയ്യണം. ഇമാമ് സലാം വീട്ടിയതിനു ശേഷം പിന്നെയും അയാൾ എണീറ്റ് നിൽക്കണം. അപ്പൊ തിലാവത്തിന്റെ സുജൂദായാലും സഹവിന്റെ സുജൂദായാലും ഇമാമ് പോയാൽ പിന്നെ മഅ്മൂമിങ്ങൾക്ക് അവിടെ ചെയ്യാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. എന്നാൽ മയ്യത്ത് നിസ്കാരത്തിലെ നൃത്തത്തിൽ സൂറത്ത് ഓതൽ സുന്നത്തില്ല, ഓതാതിരിക്കലാണ് സുന്നത്ത്. ഓതൽ സുന്നത്തില്ല എന്നല്ല, ഓതാതിരിക്കലാണ് സുന്നത്ത്. സൂറത്ത് ഓതൽ സുന്നത്തായ നിസ്കാരങ്ങളിൽ സൂറത്ത് ഓതാതിരിക്കൽ കറാഹത്താണ്. എന്നാൽ മയ്യത്ത് നിസ്കാരത്തിൽ ഓതാതിരിക്കലാണ് സുന്നത്ത് എന്ന് മഹാന്മാരായ ഫുഖഹാ പറഞ്ഞു. തിലാവത്തിന്റെ സുജൂദിൽ പറയേണ്ടത് എന്താണ്? സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. രണ്ട് ചോദ്യവും മറുപടി. മൂന്നാമത്തെ കടങ്കഥ, ജമാഅത്തിന്റെ കൂലി കരുതാതെ തന്നെ ജമാഅത്തിന്റെ കൂലി കിട്ടുന്ന മഅ്മൂം. ജമാഅത്തിന്റെ കൂലി കരുതിയാലേ ജമാഅത്തിനെ കരുതിയാലേ ജമാഅത്തിന്റെ കൂലി ലഭിക്കുകയുള്ളൂ. ഇമാമ് കരുതിയാൽ ഇമാമിന് കൂലിട്ടു, മഅ്മൂം കരുതിയാൽ മഅ്മൂമിന് കൂലിട്ടു. നമ്മൾ ഒരാളെ പോയിട്ട് എന്ത് ചെയ്തു? മെല്ലെ തോണ്ടാതെ വന്ന് അയാളപ്പോൾ നിസ്കരിച്ചു. അയാൾ ദൂരം നിസ്കരിക്കണം നമുക്കറിയാം. നമ്മൾ മൂപ്പരൊന്നും അറിയിക്കാതെ മെല്ലെ അവിടെ വന്നുകൊണ്ട് നമ്മൾ തക്ബീർ ഇട്ട് ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്ന തക്ബീർ ഇട്ട് മൂപ്പര് നമ്മൾ കണ്ട പോലെ കണ്ടില്ല പോലെ മൂപ്പരങ്ങനെ പോകുന്നു വരുന്നു. നമ്മൾ ഒറ്റക്കായതുകൊണ്ട് ഇപ്പം അടുത്ത് തന്നെ നിൽക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൂപ്പരെ പോക്കും വരവും മനസ്സിലാക്കി. ഇമാമിനെ നമ്മൾ തോണ്ടിയതൊന്നുമില്ല, തോണ്ടൽ സുന്നത്താണ്. നമ്മൾ വന്നിട്ടുണ്ട് നാളെ അറിയിക്കൽ സുന്നത്താണ്, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്തില്ല. ഞാൻ ഇമാമാന്ന് കരുതിയില്ല, ഞാൻ ഇമാമിന് കൂലിട്ടൂല, എനിക്ക് കൂലിട്ടു. കാരണം ഞാൻ കരുതിയില്ല. ഇമാമ് കരുതിയില്ലെങ്കിൽ ഇമാമിൻ്റെത് സ്വയ്യാവൂല. പക്ഷെ ഇമാമ് ജുമാക്ക് കരുതൽ നിർബന്ധമാണ്. കാരണം ജമാഅത്തായിട്ടല്ലാതെ സ്വഹീഹാവുകയില്ല. അപ്പോൾ ഇമാമും കരുതിയേ പറ്റൂ. ഇമാമ് കരുതിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ജമാഅത്തിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ വിഷയം അതല്ല, എൻ്റെ ചോദ്യം അതല്ല. അപ്പം മഅ്മൂം കരുതിയാലല്ലേ മഅ്മൂമിന് കിട്ടും, ഇമാമ് കരുതിയാലല്ലേ ഇമാമിന് കിട്ടും. എന്നാൽ കരുതാതെ തന്നെ മഅ്മൂമിന് കൂലി കിട്ടുന്ന ഒരു സമയമുണ്ട്. അതാണ് കടങ്കഥ.
അത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ നിസ്കാരം എന്തായി ഒതു മുറിഞ്ഞു. അങ്ങനെ ഇമാം എന്നെ ഒരാളെന്താക്കി മൗമൂമാക്കി. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇമാമിൻ്റെ നിസ്കാരം ഒതു മുറിഞ്ഞു പോയപ്പോൾ ഇമാം എന്ത് ചെയ്തു? വേറൊരാളെ പ്രതിനിധിയാക്കി. അയാൾ നേരത്തെ ഇമാമിനോടൊപ്പം തുടർന്ന ഒരാളാണെങ്കിൽ പിന്നെ മൗമൂമിങ്ങൾ ഞാൻ ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്നു എന്ന് കരുതേണ്ട ആവശ്യമില്ല. അതില്ലാതെ തന്നെ ആ കൂലി അദ്ദേഹത്തിന് കിട്ടും. വളരെ റയറായി വരുന്ന മസലയാണ്, എന്നാലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ജമാഅത്തിനെ കരുതാതെ തന്നെ ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടുന്ന രൂപം. എവിടെയാണോ നമ്മൾ ജമാഅത്തിനെ കരുതിയത് അവിടെ വെച്ച് നമുക്ക് കൂലി കിട്ടും. ഇമാമെ നമ്മളൊരു ഇമാമിനെ പോയി തുടർന്നു, പക്ഷെ അയാൾ അറിഞ്ഞില്ലായിരുന്നു നമ്മൾ വന്ന വിവരം. 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷമാണ് അയാൾ അറിയുന്നത് എനിക്കൊരു മൗമൂമുണ്ട്. അപ്പോൾ അയാൾ കരുതി ഞാൻ ഇമാമാണ്. എങ്കിൽ ആ 2 റക്അത്തിൻ്റെ കൂലി അയാൾക്ക് കിട്ടും. 2 റക്അത്തിൻ്റെ കൂലി അയാൾക്ക് കിട്ടൂല. ഇവിടെ ഒരു സാന്ദർഭികമായ ഒരു മസല ഞാൻ പറയാം. ഒരു ജമാഅത്ത് നമ്മൾ നിസ്കരിച്ചു, കുറച്ച് ആൾക്കാർ പെന്തി വന്നു. അപ്പോൾ ഇമാമ സലാം വീട്ടിയാൽ അവരെന്ത് ചെയ്യും? പിന്നെ ബാക്കി നിസ്കരിക്കും. അപ്പോൾ എല്ലാവരും ഒരു സൊഫിലും. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങി, എന്നിട്ട് ഇയാളോട് തുടർന്നു. അത് പറ്റൂല. ഒരേ ഗ്രേഡുള്ള ആളുകൾ ഒന്നിച്ച് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ഇമാമും മൗമൂമും ക്രിയേറ്റീവ് ചെയ്യാം. അത് പറ്റില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? 2 ആളുകൾ വന്നു. ഇമാമിൻ്റെ റക്അത്ത് കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പോൾ ഇമാമ സലാം വീട്ടിയപ്പോൾ ബാക്കിൻ്റെ നിസ്കരിക്കണ്ടേ? അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുക? ബാക്കിൽ ഇറങ്ങിയിട്ട് ഇയാളെ ഇമാമാക്കിയിട്ട് അത് ചെയ്യാം. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ നിൽക്കുന്ന ആളിൽ അടുത്ത ആൾ വന്നു, അതിലൊരാളെ തോണ്ടിയിട്ട് നിസ്കരിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അത് ജുമയാണെങ്കിലും നിസ്കരിക്കാം. ഒരാൾക്ക് ഒരു റക്അത്തേ കിട്ടിയുള്ളൂ. സലാം വീട്ടിയപ്പോൾ അയാളൊന്ന് നിസ്കരിച്ചു. അപ്പോൾ വേറൊരാളുണ്ട് ഓടി വരുന്നത്, എന്നിട്ട് അയാളെ തോണ്ടിയിട്ട് അയാളും ഒരു റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ അയാൾ സലാം വീട്ടിയിട്ട് പിന്നെ ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോൾ വേറൊരാൾ വന്ന് വീണ്ടും ആളെ തോണ്ടി നിസ്കരിച്ചു. അങ്ങനെ അസ്തർ വരെ നിസ്കരിച്ചു. എല്ലാവർക്കും ജുമയുണ്ട്. കാരണം എന്താ? ഒരു റക്അത്ത് ഇമാമിനോടൊപ്പം കിട്ടി. എവിടെയാണോ കിട്ടിയത് അവിടെ മുതൽ ജമാഅത്തിൻ്റെ കൂലിയുണ്ട്. ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം പോലെ പിന്നീട് പറയണം. ഏതായിരുന്നാലും ജമാഅത്തിനെ കരുതാതെ തന്നെ ജമാഅത്തിൻ്റെ കൂലി കിട്ടുന്ന മൗമൂമാണ്. ഇമാമിൻ്റെ നിസ്കാരം ബാത്തിലായി മറ്റൊരാളെ പ്രതിനിധിയാക്കിയപ്പോൾ നേരത്തെ തുടർന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തോട് നിയ്യത്ത് വേണ്ട, അദ്ദേഹത്തോട് തുടരുന്നു എന്ന നിയ്യത്തില്ലാതെ തന്നെ ജമാഅത്തിൻ്റെ കൂലി കിട്ടും. സ്വന്തം അവയവം തൊട്ടാൽ, അടുത്ത ചോദ്യം, സ്വന്തം അവയവം തൊട്ടാൽ വുദൂ മുറിയുന്ന രംഗമുണ്ട്. അത് ഏതാണ്? എൻ്റെ അവയവം ഞാൻ തന്നെ തൊട്ടാൽ വുദൂ മുറിയും. കൈ, ഉദാഹരണത്തിന് കൈ, വുദൂ മുറിയുന്ന കുറേ കാരണങ്ങളുണ്ട്. 4 കാര്യങ്ങളുണ്ടല്ലോ വുദൂ മുറിയുന്ന കാര്യങ്ങൾ. ഒന്ന് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക, മുന്തുവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ മനിയല്ലാത്ത വല്ലതും പുറപ്പെടുക, അത് വുദൂ മുറിയും. കാറ്റ് പോയാലും രക്തം പോയാലും നരസ് പോയാലും കാഷ്ടം പോയാലും മൂത്രം പോയാലും വാസനയുള്ളതായാലും ഇല്ലാത്തതായാലും ഉണങ്ങിയതാണെങ്കിലും നനഞ്ഞതാണെങ്കിലും ഒക്കെ വുദൂ മുറിയും. എന്നാൽ ഇന്ദ്രിയം പുറപ്പെട്ടാൽ വുദൂ മുറിയുകയില്ല. ഇന്ദ്രിയം പുറപ്പെട്ടതിൻ്റെ പേരിൽ മുറിയുകയില്ല. വുദൂ മുറിയുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ദ്രിയം പുറപ്പെട്ടതെങ്കിൽ മുറി, അത് വേറെ കാര്യം. അതിപ്പോൾ എങ്ങനെ ഉണ്ടാകുക? ഒരാളിങ്ങനെ വുദൂയൊക്കെ ഉണ്ടാക്കി ഉഷാറായിട്ട് അദ്ദേഹത്തിൻ്റെ പൃഷ്ഠഭാഗമൊക്കെ നല്ല ഉഷാറാക്കി അടുപ്പിച്ച് വെച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങി. അയാളൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു സ്ഖലനമുണ്ടായി. അപ്പോൾ അയാൾ വലിയ അശുദ്ധിക്കാരനാണ്, പക്ഷെ അയാൾ വുദൂ മുറിഞ്ഞില്ല. അപ്പോൾ ഇന്ദ്രിയം പുറപ്പെട്ടു എന്നതുകൊണ്ട് വുദൂ മുറിയില്ല. അല്ലാത്ത എന്ത് വസ്തുവും മുൻദ്വാരത്തിലൂടെയും പിന്തുവാരത്തിലൂടെയും പുറപ്പെട്ടാലും വുദൂ ബാത്തിലായി പോകും. രണ്ടാമത്തെ കാര്യം എന്താണ്?
ബുദ്ധിയുടെ വകതിരിവ് നീങ്ങല. മൂന്നാമത്തെ കാര്യം മനുഷ്യന്റെ മുൻകൈ കൊണ്ട് ഗുഹ്യസ്ഥാനം തുടലാണ്. ആണായാലും പെണ്ണായാലും വുദൂ മുറിയും. നാലാമത്തെ കാര്യം അന്യരായ വലിയവരായ ആണും പെണ്ണും തൊലു തമ്മിൽ ചേരലാണ്. നമ്മൾ ഭാര്യയെ തൊട്ട് വുദൂ മുറിഞ്ഞു, ഭാര്യ നമ്മളെ തൊട്ട് വുദൂ മുറിഞ്ഞു. അപ്പൊ അന്യരെ തൊടുമ്പോഴല്ലേ സാധാരണ വുദൂ മുറിയുള്ളൂ. അതിനുവേണ്ടിയാ ഈ മസാല ഞാൻ പറയുന്നത്. എന്തിനാ? കടങ്കഥ മനസ്സിലാവണമെങ്കിൽ ആദ്യത്തെ മനസ്സിലാക്കണം. അപ്പൊ അന്യ ആണും പെണ്ണും തൊലി തമ്മിൽ ചേരുമ്പോഴാണ് വുദൂ മുറിയുള്ളൂ. പക്ഷേ അവന്റെ കൈ തന്നെ തൊട്ടാൽ വുദൂ മുറിയും. എപ്പോഴാണ്? ഓടുന്നുണ്ടോ? അതെന്താന്ന് വെച്ചാൽ രണ്ടാളും ഒരു ചരിത്രം ഞാൻ ക്രിയേറ്റീവ് ചെയ്യാം. ബൈക്കിൽ പോയി അങ്ങനെ എന്ത് ചെയ്തു? ഭാര്യയുടെ കൈ ഒടിഞ്ഞു. അപ്പൊ ഭർത്താവിന് ജോലിയും കൂലിയൊന്നുമില്ല. ഭാര്യ ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, എനിക്കല്ല ഇപ്പോൾ ജോലിയില്ല, അല്ല കയ്യിൻ്റെ ആവശ്യം, എൻ്റെ കയ്യെ പിടിച്ച് നിനക്ക് വെച്ചോന്നാണ്. അങ്ങനെ ഭർത്താവിൻ്റെ കൈയെടുത്തിട്ട് ഭാര്യയ്ക്ക് ഫിറ്റ് ചെയ്തു, പ്ലാസ്റ്റിക് സർജറി. അങ്ങനെ രക്തോട്ടമൊക്കെ തുടങ്ങി. എന്നാൽ ഭർത്താവിനെ ആ കൈ തൊട്ടാൽ ഭർത്താവിൻ്റെ വുദൂ മുറിയും. അത് അയാളെ കൈയായി. എൻ്റെ കൈ ഭാര്യയ്ക്ക് ഫിറ്റാക്കി, പിന്നെ വുദൂ അല്ല രക്തചലനമുണ്ടായി, സഞ്ചാരമുണ്ടായി. അപ്പോൾ അത് അവളുടെ കൈയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൈ അവളെ തൊട്ടാൽ അവളിലൂടെ തൊടുമ്പോൾ വുദൂ മുറിഞ്ഞു പോകുന്നതാണ്. അതാണ് ഫുഖഹാ ചോദിച്ച കടങ്കഥ. ഇത് സ്വന്തം കൈ തൊട്ടാൽ വുദൂ മുറിയുന്ന അവസ്ഥയത്. ഇനി ജനാപത്തുകാരനായ ഒരാൾ, അടുത്ത ചോദ്യം എന്താണ്? കാഷ്ടിച്ചാലും മൂത്രിച്ചാലും സ്ത്രീയെ തൊട്ടാലും മുറിയാത്ത ഒരു വുദൂ ഉണ്ട്. ഏതാണ് ആ വുദൂ എന്നറിയുമോ? കാഷ്ടിച്ചാൽ വുദൂ മുറിയില്ലേ? മുറിയും. മൂത്രിച്ചാൽ മുറിയില്ലേ? മുറിയും. ഭാര്യയെ തൊട്ടാൽ മുറിയില്ലേ? മുറിയും. എന്നാൽ അങ്ങനെ ഒന്നും ചെയ്താലും 60 കൊല്ലം ആയി എന്നാലും വുദൂ മുറിയില്ല. അങ്ങനത്തെ ഒരു വുദൂ ഉണ്ട്. അതാണ് ജനാപത്തുകാരൻ്റെ വുദൂ. ജനാപത്തുകാരൻ്റെ വുദൂ മുറിയണമെങ്കിൽ ഇനി അതുപോലത്തെ ഒരു ജനാപത്തുണ്ടാകണം, എന്നാലേ വുദൂ മുറിയുള്ളൂ. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടു. അങ്ങനെ കുളി നിർബന്ധമായി, രാത്രി തന്നെ. അവർക്ക് കിടക്കാൻ വുദൂ ഉണ്ടാക്കൽ സുന്നത്താണ്. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ ഉറങ്ങാൻ വേണ്ടി വുദൂ ഉണ്ടാക്കുന്നു എന്ന് വിചാരിച്ചു. ആ വുദൂ കൊണ്ട് ഇനി ഭാര്യയെ തൊട്ടാൻ മുറിയോ? മുറിയില്ല. കാഷ്ടിച്ചാൻ മുറിയോ? മുറിയില്ല. മൂത്രിച്ചാൻ മുറിയോ? ഒന്നും മുറിയില്ല. ഇമാം റംദി റളിയല്ലാഹു അൻഹു പറയും, അത് ജനാപത്തുകാരൻ്റെ വുദൂവാണ്. ആ വുദൂ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുളിക്കുന്നതിന് മുമ്പ് വുദൂ ഉണ്ടാക്കൽ സുന്നത്താണ്, അതിന് ഈ കുളി മതി. ജനാപത്തുകാരനായാൾ ഭക്ഷണം കഴിക്കാൻ വുദൂ ഉണ്ടാക്കൽ സുന്നത്താണ്, അതിന് ഈ കുളി മതി, അല്ലെങ്കിൽ വുദൂ മതി. ജനാപത്തുകാരനായ ആൾ കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുമ്പോൾ വുദൂ ഉണ്ടാക്കൽ സുന്നത്താണ്, അതിന് ഈ വുദൂ മതി. വെള്ളം കുടിക്കാൻ ജനാപത്തുകാരന് വുദൂ ഉണ്ടാക്കൽ സുന്നത്താണ്, അതിന് ഈ വുദൂ മതി. കിടക്കാൻ വേണ്ടി വുദൂ ഉണ്ടാക്കൽ സുന്നത്താണ്, അതിന് ഈ വുദൂ മതി. ഭാര്യയുമായി ഒരുമിച്ചാണ് അവർ കിടക്കുന്നത്, സ്ത്രീ സ്പർശനമുണ്ടായാൽ വുദൂ മുറിയും. പക്ഷെ ഈ വുദൂ മുറിയില്ല. ഈ വുദൂ മുറിയണമെങ്കിൽ ഇതുപോലെ ഒരു ജിമാഅ്, ഒരു സംസർഗം ഇനി നടത്തിയാലേ മുറിയുള്ളൂ. അപ്പം നമുക്ക് എന്ത് പറയാം? ഒരു വുദൂ ഉണ്ട്. കാഷ്ടിച്ചാൽ മുറിയില്ല, മൂത്രിച്ചാൽ മുറിയില്ല, സ്ത്രീയെ തൊട്ടാലും മുറിയില്ല. പക്ഷെ ജനാപത്തുകാരനായ ആൾ വുദൂ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു നിയത്തുണ്ട്. സാധാരണ നമ്മൾ കുളിക്കുമ്പോൾ കുളിയിൽ കാരണം കരുതിയാണ് കുളിക്കുക. പക്ഷെ വുദൂയിൽ അങ്ങനെയല്ല. വുദൂയിൽ എപ്പോഴും ഒരു നിയത്ത് തന്നെ. വുദൂവിൻ്റെ ഫർദിനെ വീട്ടുന്നു എന്നോ, വുദൂ എന്ന ഫർദിനെ വീട്ടുന്നു എന്നോ, അല്ലെങ്കിൽ ചെറിയ ശുദ്ധിയെ വരുത്തുന്നു എന്നോ, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുദൂ ഉണ്ടാക്കുന്നു എന്നോ നമ്മൾ മുഖം കഴുകുമ്പോൾ കരുതണം. ഇങ്ങനെയൊക്കെയുള്ള നിയത്താണ്. പക്ഷെ കുളിയിൽ അങ്ങനെയല്ല. കുളിയിൽ നമ്മൾ കാരണം കരുതുക. ജുമാക്ക് വേണ്ടിയുള്ള സുന്നത്ത് കുളി വിളിക്കുന്നു, പള്ളിയിൽ കയറാൻ വേണ്ടിയുള്ള സുന്നത്ത് കുളി വിളിക്കുന്നു,
ഹജ്ജിന് വേണ്ടിയുള്ള സുന്നത്ത് കുളി കുളിക്കുന്നു, അറഫയിൽ നിൽക്കാൻ വേണ്ടിയുള്ള കുളി കുളിക്കുന്നു, ചന്ദ്രഗ്രഹണം നിസ്കരിക്കാൻ വേണ്ടിയുള്ള സുന്നത്ത് കുളി കുളിക്കുന്നു, റമദാനിലെ രാത്രിയിൽ കുളിക്കുന്ന സുന്നത്തായ കുളിയെ ഞാൻ കുളിക്കുന്നു, ശരീരം മുഷിയുമ്പോൾ കുളിക്കൽ സുന്നത്താണ്, അത് ഞാൻ നിർവഹിക്കുന്നു. അപ്പോഴൊക്കെ ആ കാരണം അതാത് സമയത്തുള്ള കാരണം. നിങ്ങളിപ്പോൾ ഖുർആൻ ഓതാൻ വേണ്ടി ഓതുണ്ടാക്കരുത്, പക്ഷെ നിയ്യത്ത് വെക്കുമ്പോൾ ഖുർആൻ ഓതാൻ വേണ്ടി ഓതുണ്ടാക്കുന്നു. പറ്റൂല. വുളൂയിൽ എപ്പോഴും ഒരേ നിയ്യത്താണ്. പക്ഷെ എന്നാൽ ഈ വുളൂ ഏത് ജനാബത്തുകാരൻ്റെ വുളൂയിൽ മാത്രം ഈ കാരണം കരുതും. ഉറങ്ങാൻ വേണ്ടി വുളൂ ഉണ്ടാക്കുന്നു, ജനാബത്തുകാരനായ ആൾ തിന്നാൻ വേണ്ടി വുളൂ ഉണ്ടാക്കുന്നു, ജനാബത്തുകാരനായ ആൾ കുടിക്കാൻ വേണ്ടി വുളൂ ഉണ്ടാക്കുന്നു. അവിടെ മാത്രമേ ആ നെയ്യത്തിൽ പ്രത്യേകമായ നെയ്യത്ത് കരുതിയിട്ടുള്ള വുളൂ ഉള്ളൂ. അല്ലാത്തയിടത്തെല്ലാം കോമൺ ആയിട്ടുള്ള നെയ്യത്താണ് നമ്മൾ ചെയ്യാം. നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുളൂ ഉണ്ടാക്കും. ചെറിയ ശുദ്ധിയെ ഞാൻ ഉയർത്തും, വുളൂവിൻ്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു. അതേസമയം ഹയലുകാരിയായ ആൾക്ക് ഒതുണ്ടാക്കാൻ പറ്റുമോ? അത് ഹറാമാണ്. ഹയല് മുറിഞ്ഞതിന് ശേഷമല്ല അത് ഒതുണ്ടാക്കാൻ പാടില്ല. ഹയലുകാരിയായ പെണ്ണ് ഒതുണ്ടാക്കാൻ പാടില്ല. ഹയലുള്ള സമയത്ത് ഒതുണ്ടാക്കൽ ഹറാമാണ്. ഇസ്തിഹാലത്തുകാരിയായ പെണ്ണ്, അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ഉദുറുള്ളവളാണ്. അതുകൊണ്ട് അവളുടെ ഒതു പ്രശ്നവുമല്ല എന്ന് ഫുഖഹാ രേഖപ്പെടുത്തുകയാണ്. അതാ മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചോദിച്ചു, ഇക്കനായിൽ കാണാം, ഇനി ഒരു കുറ്റം 5 ആളുകൾ ചെയ്തു, 5 ആളുകൾക്കും 5 വിധി. ഒരു കുറ്റം 5 ആളുകൾ ചെയ്തു, 5 ആളുകൾക്കും 5 വിധി. ഏതാണത്? وخمسة من سنات الناس خامسهم ما ناله بالزنا شيء من الضرر والرجم والقتل والضرب الأليم مع التغريب وزع في الباقين فاستكري. 5 ആളുകൾ വ്യഭിചരിച്ചു, എന്നാൽ ഒരാളെ എറിഞ്ഞു കൊന്നു, ഒരാളെ ഒന്നുമേ ചെയ്തില്ല, ഒരാൾക്ക് 100 അടി കൊടുത്തു, ഒരാളെ കൊലപാതകം നടത്തി, ഒരാളെ എറിഞ്ഞാണ് കൊന്നത്, അല്ലാതെ മറ്റൊരാളെ വെട്ടിക്കൊന്നു, വേറെ ഒരാളെ 100 അടി അടിച്ചു, വേറെ ഒരാളെ നാട് കടത്തി, ഒരാൾക്ക് ഒന്നുമേ ചെയ്തില്ല. എല്ലാവരും ചെയ്ത വിചാരമാണ്. എന്താണത്? മഹാന്മാരായ ഫുഖഹാ മറുപടി പറഞ്ഞു, സുമ്മല്ലദീന സനൗ ذمي بمسلمة فاقتل ومحسنهم فرجمه بالمدر والبكر فاحدد وأبدا نصفه أبدا ومن خلا من صفات العاقلين ذري. മുസ്ലിമായ ആള് മുസ്ലിമത്തായ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചാൽ അവനെ എറിഞ്ഞു കൊല്ലണം. അതേസമയം അല്ല, മുസ്ലിമത്തായ ഒരു പെണ്ണിനെ അവിശ്വാസിയായ ഒരാൾ വ്യഭിചരിച്ചാൽ അവനെ വധിച്ചു കളയണം. എന്നാൽ വിവാഹിതനായ ഒരാളാണ് വ്യഭിചാരം നടത്തിയതെങ്കിൽ അവനെ കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലണം. വിവാഹം നടത്താത്ത ഒരാളാണെങ്കിലോ അവനെ 100 അടി അടിക്കണം. അടിമയായ മനുഷ്യനായിരുന്നു വ്യഭിചരിച്ചതെങ്കിൽ സ്വതന്ത്രനായ പുരുഷന്റെ പകുതിയാണ് അവന്റെ ശിക്ഷ. അപ്പോൾ 50 അടി അടിക്കണം. വ്യഭിചരിച്ചത് ഒരു ഭ്രാന്തനാണെങ്കിൽ അവന് നിയമങ്ങൾ ബാധകമല്ല, അവനെ വെറുതെ വിട്ടേക്കണം. വ്യഭിചാരം എന്ന കുറ്റകൃത്യം 5 ആളുകൾ ചെയ്തു, 5 ആളുകൾക്കും 5 വിധി. ഏതാണെന്ന് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി കാവ്യത്തിലൂടെ ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടിയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി ഒരു ചോദ്യം എന്താ? വുളൂ ചെയ്ത് നിസ്കരിച്ച നിസ്കാരം മടക്കണം, തൈമം ചെയ്ത് നിസ്കരിച്ച നിസ്കാരം മടക്കണ്ട. അതേതാണ് രംഗം? സാധാരണ മറിച്ച ഉണ്ടാകല്.
വുളൂ ചെയ്ത് നിസ്കരിച്ച നിസ്കാരം മടക്കണം, തയമ്മം ചെയ്ത് നിസ്കരിച്ച നിസ്കാരം മടക്കണ്ട. സാധാരണ മറിച്ചല്ലേ ഉണ്ടാവില്ല. ഒരാൾ സൈക്കിളിൽ നിന്ന് വീണു, അള്ളാഹു കാക്കട്ടെ, അങ്ങനെ അയാളെ മുഖവും കയ്യും എന്ത് ചെയ്തു, മുറിയായി. വുളൂ ഉണ്ടാക്കുന്ന അവയവാണ് കയ്യും മുഖവും, തയമ്മം ചെയ്യുന്ന അവയവാണ് കയ്യും മുഖവും. അപ്പോൾ കയ്യിലോ മുഖത്തിലോ മുറിവ് പറ്റിയിട്ട് അവിടെ ബാൻഡേജ് ഉണ്ടായാൽ അയാൾക്ക് എന്തില്ല, വുളൂവും കിട്ടുന്നില്ല, തയമ്മവും കിട്ടുന്നില്ല. ശരിയല്ലേ? മനസ്സിലാവുണ്ടോ? സൈക്കിളിൽ നിന്ന് വീണ ആളുടെ മുഖവും കയ്യും എന്ത് ചെയ്തു, മുറിവായി. അതിന് ബാൻഡേജ് കിട്ടി, നെറ്റിയൊക്കെ ഇങ്ങനെ കെട്ടി, കൈ പ്ലാസ്റ്ററിട്ട്. ഞാൻ അയാൾക്ക് ഓത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. തയമ്മം ചെയ്യാൻ പറ്റുമോ? ഇല്ല. രണ്ടുമില്ല. അങ്ങനത്തെ ഒരാൾ ആ നിസ്കാരം മടക്കന്നെ വേണം. 6 മാസം അയാൾ ബാൻഡേജ് ഇട്ട് നടന്നൊന്ന് കൂട്ടിക്കും. ആ സമയത്തൊക്കെ നിസ്കരിക്കണം. പക്ഷേ ആ നിസ്കാരം പിന്നീട് മടക്കണം. എന്തുകൊണ്ട്? അയാൾക്ക് ഉളൂഇല്ല, അയാൾക്ക് തയമ്മവുമില്ല, അയാൾക്ക് ഉളൂവുമില്ല, തയമ്മവുമില്ല. ഇതുപോലെ മടക്കേണ്ട മറ്റൊരു രൂപമാണ് എന്ത്? തയമ്മമിൻ്റെ അവയവത്തിലൊന്നുമല്ല, സംഗതി കുഴിന്ന കാര്യം. അതെല്ലാം കൂടി ചീഞ്ഞ് പഴുത്ത് ഉരുണായി വന്നപ്പോൾ അത് കെട്ടി. എന്നാൽ കാല് കഴുകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ നഖം ഈ വിരൽ കഴുകാൻ പറ്റുന്നില്ല. തയമ്മം ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. കാരണം കയ്യിലും മുഖത്തും അല്ലല്ലോ, കാലുമല്ലല്ലോ. പക്ഷേ അദ്ദേഹം കെട്ടിയിരുന്ന സമയത്ത് വുളൂ ഉണ്ടായിരുന്നില്ല എങ്കിൽ അയാൾ നിസ്കാരം മടക്കണം. ഞാൻ കുഴിനകം കെട്ടാൻ പോകുമ്പോൾ ആദ്യം എനിക്ക് എന്ത് വേണം? വുളൂ വേണം. ആ അവസ്ഥയിലാണ് കെട്ടിയതെങ്കിൽ ഇനി ഈ കെട്ടിൻ്റെ അത്രയും ഭാഗം വുളൂവിന് കഴുകിയില്ല എന്ന് വിചാരിച്ച പ്രശ്നമില്ല. കാല് കഴുകുമ്പോൾ എന്ത് ചെയ്താൽ മതി? തയമ്മം ചെയ്താൽ മതി. പക്ഷെ കെട്ടുമ്പോൾ എന്ത് വേണ്ടി? വുളൂ വേണ്ടി. പക്ഷെ വുളൂ ഇല്ല, മടക്കണം. മടക്കേണ്ട രണ്ടാമത്തെ രൂപം, കെട്ടുമ്പോൾ വുളൂവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കെട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് രക്തമുണ്ട്, എങ്കിലും മടക്കണം. കെട്ടുമ്പോൾ വുളൂവൊക്കെ ഉണ്ടായി, പക്ഷെ ഓലത് എല്ലാം കൂടി കാട്ടിക്കൂട്ടി വന്നപ്പോൾ നല്ലോണം എന്ത് ചെയ്തു? രക്തം ഒലിച്ചു. പിന്നെ കഴുകിയില്ല, അതിലാ കെട്ടി. എന്നാൽ ആ നിസ്കാരം പിന്നീട് മടക്കണം. വുളൂവൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നരസമൊന്നുമില്ല, ഒക്കെ റെഡിയാണ്. പക്ഷെ കെട്ടിയപ്പോൾ കെട്ട് വലുതായിപ്പോയി. ഈ നഖത്തിന് കെട്ടേണ്ടത് ഇവിടെ നെര്യാണി വരെ കെട്ടി. അപ്പോൾ ആവശ്യത്തിനപ്പുറം വുളൂഇൻ്റെ വെള്ളം തട്ടാതെ വന്നു. എന്നാലും ആ നിസ്കാരം മടക്കണം. അപ്പം 4 രൂപത്തിൽ നിസ്കാരം മടക്കണം തയമ്മം ചെയ്താൽ. നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. തയമ്മുമായി ബന്ധപ്പെട്ട ഈ 4 മസല മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, മുഖത്തും കയ്യിലും കെട്ടുണ്ട്, അപ്പോൾ വുളൂഇല്ല, തയമ്മവുമില്ല. അഥവാ തയമ്മമിൻ്റെ അവയവത്തിനാണ് മുറിവ് എങ്കിൽ അവിടെ കെട്ടുണ്ടെങ്കിൽ മടക്കണമെന്ന ഒരൊറ്റ രൂപം മാത്രമേ ഉള്ളൂ. കാരണം എന്താ? വുളൂഇല്ല, തയമ്മവുമില്ല. ഇനി ഈ 2 അവയവത്തിലല്ല, പക്ഷെ കെട്ടുമ്പോൾ വുളൂ ഇല്ലാതായി, മടക്കണം. കെട്ടുമ്പോൾ വുളൂ ഉണ്ട്, മുറിവിൽ നല്ല പോലെ നരസുണ്ടായി, എന്നാലും മടക്കണം. കെട്ട് വലുതായി, എന്നാലും മടക്കണം. അപ്പം മടക്കേണ്ടാത്ത രൂപം എന്താ? ഒറ്റ രൂപയേ ഉള്ളൂ. ഇതാ, മുഖത്തും കയ്യിലും അല്ല, മറ്റുള്ളയിടത്ത് ആകുമ്പോൾ തന്നെ കെട്ടുമ്പോൾ ഒതുണ്ടായിനി, അതിൻ്റെ ഉള്ളിൽ നരസില്ല, കെട്ട് ആവശ്യത്തിന് മാത്രം ഒതുങ്ങും ചെയ്തു. ഖലാസ്. നമ്മളെ വിഷയം എന്താണ്? അപ്പോൾ വുളൂ ഇല്ലാത്ത സമയത്ത് വുളൂ കൊണ്ട് എടുത്തത് മടക്കണ്ട, തയമ്മം കൊണ്ട് ചെയ്യുമ്പോൾ മടക്കണം. ഇങ്ങനെയാണ് നിയമം വരേണ്ടത്. പക്ഷെ ഇവിടെ വന്നെന്താ? വുളൂ കൊണ്ട് നിസ്കരിച്ച നിസ്കാരമൊക്കെ മടക്കണം, തയമ്മം ചെയ്തത് മടക്കണ്ട. അതേതാണ്? ഇതാ ചോദ്യം. അതെന്താണെന്നറിയോ? ഒരാൾ എന്ത് ചെയ്തു? യാത്ര പോയി. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ചോദ്യം ഒരു പാട്ടായി അവതരിപ്പിച്ചു. ബുജൈരിമയിൽ കാണാം, അലൈസ അജീബൻ അന്ന ശഖ്സൻ മുസാഫിറ ഇലാ ഗൈരി ഇസ്യാനിൻ തുബാഹു ലഹു റുഖസു ഇദാ മാ തവല്ലാ ലിസ്സലാത്തി അആദഹാ വലൈസ മുഈദൻ ലില്ലതി ബിത്തുറാബി ഖുസ്.
അത്ഭുതമല്ലേ, യാത്ര പോകുന്ന ആളുകൾക്ക് ചില ആനുകൂല്യങ്ങളുണ്ടല്ലോ. എന്നാൽ ഒതുണ്ടാക്കി നിസ്കാരങ്ങളൊക്കെ മടക്കുകയും തയമ്മം ചെയ്ത് നിസ്കരിച്ചത് മടക്കുകയും വേണ്ടതില്ലാത്ത അത്ഭുതകരമായ ഒരവസ്ഥയുണ്ട്. ഏതാണെന്നറിയുമോ? മറുപടി പറഞ്ഞു, ലഖദ് കാന ഹാദാ ലിൽ ജനാബതി നാസിയ വസല്ലാ ബിറാറൻ ബിൽ വുളൂഇ യതാബനസ് കദാ കാമിറാറൻ ബി തയമ്മുമി യാ ഫതാ അലൈക ബികുതുബിൽ ഇൽമി യാ ഖൈറ മൻ ഫഹസ്. യാത്ര പോകുന്ന ആള് ജനാബത്തുകാരനായിരുന്നു, അയാൾ മറന്നുപോയി. ജനാബത്തുകാരനാണെന്ന വിഷയം അയാൾ മറന്നുപോയി. അങ്ങനെ അയാൾ വുളൂ എടുത്ത് കുറേ നിസ്കരിച്ചു. അയാൾ തയമ്മും ചെയ്തിട്ടും കുറേ നിസ്കരിച്ചു. എങ്കിൽ അയാൾ വുളൂ എടുത്ത നിസ്കാരമെല്ലാം മടക്കണം. തയമ്മും ചെയ്ത് നിസ്കരിച്ചത് മടക്കണ്ട. കാരണം തയമ്മം എന്ന് പറയുന്ന കാര്യം എന്തിനും പറ്റും. വുളൂവിനും പറ്റും, കുളിക്കും പറ്റും. കുളിക്ക് പകരം വുളൂ പറ്റൂല. ഒരാളുടെ പുറത്ത് മുറിവുണ്ടായി, അയാൾക്ക് കുളി നിർബന്ധമായി. മുറിവൊക്കെ ആണെങ്കിലും സംഗതിയൊക്കെ നടക്കുന്നുണ്ട്, കുളി നിർബന്ധമായി. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം മുറിവൊക്കെ നടക്കാൻ പറ്റും ഇല്ല. അപ്പം ആ മുറിവിന് പകരം അയാൾ തയമ്മം ചെയ്യണം, ബാക്കിയുള്ളിടത്തൊക്കെ കഴുകണം. കുളിയുടെ കാര്യത്തിലാകുമ്പോൾ ആദ്യം തയമ്മം ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, കുളിക്കുക. അപ്പോൾ ആദ്യം ആൾ തയമ്മം ചെയ്തു. ഇതിനു വേണ്ടി കറുത്ത ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിക്ക് പോലെ തയമ്മം ചെയ്യുന്നുണ്ട്. തയമ്മം ചെയ്യുമ്പം എപ്പോഴും കയ്യിലും മുഖത്തിലും തന്നെ, അത് വേറെ കാര്യം. ഇപ്പം ഈ ഭാഗത്ത് ഉള്ള മുറിവിന് ശുദ്ധിയായി, ബാക്കിയുള്ള ഭാഗങ്ങൾ കുളിക്കുകയും ചെയ്താൽ മതി, വിഷയം തീർന്നു. അതുകൊണ്ട് അപ്പം തയമ്മം എന്തിനു പറ്റുന്നുണ്ട്? കുളിക്കും പറ്റുന്നുണ്ട്, വുളൂഇനും പറ്റുന്നുണ്ട്. അതേസമയം വുളൂ കുളിക്ക് പകരമാവുകയില്ല. അതുകൊണ്ട് ജനാബത്ത് മറന്ന് യാത്ര പോകുന്ന ആള് കുറേ നിസ്കാരം വുളൂയോടുകൂടെയും കുറേ നിസ്കാരം തയമ്മത്തോടുകൂടെയും നിർവഹിച്ചാൽ, വുളൂയോടുകൂടെ നിർവഹിച്ച ആ നിസ്കാരങ്ങളെല്ലാം മടക്കണം. മഹാന്മാരായ ഫുഖഹാ പറയുകയാണ്. ഇതുപോലെ 100ഓളം കടങ്കഥകൾ ചോദ്യവും മറുപടിയായിട്ട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അവസരം പോലെയൊക്കെ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.